ഹായ് ഓൾ, എന്റെ പേര് ഈശ്വ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിറ്റ് 1ന്റെ പാർട്ട് 2 ആണ്. അതായത് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഇൻട്രൊഡക്ഷന്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ബേസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇന്റർനാഷണലൈസേഷനിൽ വരുന്ന മെയിൻ സ്റ്റെപ്സിനെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ എക്സ്പോർട്ടിങ്. ഒരു കമ്പനി അവരുടെ പ്രോഡക്ട്സിനെ ഫോറിൻ മാർക്കറ്റ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് എക്സ്പോർട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സെറ്റിംഗ് അപ്പ് എ ഫോറിൻ സെയിൽ സബ്സിഡറി. അതായത് ഫോറിൻ മാർക്കറ്റിൽ ഒരു ലോക്കൽ പ്രസൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുവഴി സെയിൽസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാം. മൂന്നാമത്തത് വരുമ്പോ ഇൻവെസ്റ്റിംഗ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ്. അതായത് ഒന്നുകിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അക്വയർ ചെയ്യുക, അതുവഴി പ്രൊഡക്റ്റ് ഡെലിവറി കുറച്ചും കൂടി പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓപ്പറേഷണലൈസിംഗ് ലൈസൻസിങ് എഗ്രിമെന്റ്സ്. അതായത് ലോക്കൽ ആയിട്ടുള്ള ഫേംസിനെ പ്രൊഡ്യൂസ് ചെയ്യാനും പ്രോഡക്ട്സിനെ സെല് ചെയ്യാനും എലോ ചെയ്തുകൊണ്ടുള്ള എഗ്രിമെന്റ്സിൽ എൻട്രി ചെയ്യാം. ദെൻ സെറ്റിംഗ് അപ്പ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്. ഇതൊക്കെ ചെയ്തതിന് ശേഷം അറ്റ് ലാസ്റ്റ് ഫോറിൻ കൺട്രീസിലെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ എക്സ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും മാർക്കറ്റ് റെസ്പോൺസീവ്നെസ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കാം. ദെൻ അതിൽ വരുന്ന റിസ്ക് ആൻഡ് റിട്ടേൺ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് സ്റ്റേജില് എക്സ്പോർട്ടിംഗ് സ്റ്റേജില് ലോ റിസ്ക് ലോ റിട്ടേൺ ആണെങ്കിൽ അത് ഫൈനൽ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് സെറ്റിംഗ് അപ്പ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിന്റെ ആ സ്റ്റേജിൽ വരുന്ന സമയത്ത് ഹയർ റിസ്ക് ഹയർ റിട്ടേൺ കാറ്റഗറിയിലേക്ക് മാറും. ഗ്ലോബൽ ഓപ്പറേഷൻസ്. ഒരു കമ്പനി അതായത് ഓരോ ചില കമ്പനികള് ഒരു കമ്പനിന്ന് ഫൈനാൻസ് റേസ് ചെയ്തിട്ട് വേറൊരു കൺട്രിയിലെ കമ്പനി അക്വയർ ചെയ്തിട്ട് വേറൊരു കൺട്രിയിലെ പ്രോഡക്ട്സിനെ സെല് ചെയ്യാം. അതായത് ഒരു കൺട്രിന്ന് ഫൈനാൻസ് കാര്യങ്ങൾ റേസ് ചെയ്തിട്ട് വേറൊരു കൺട്രിയിൽ പോയിട്ട് കമ്പനി അക്വയർ ചെയ്ത് വേറെ ഏതെങ്കിലും കൺട്രീസിൽ പോയിട്ട് പ്രോഡക്ട്സ് സെല് ചെയ്യാം. അതായത് ഇങ്ങനെ പല പല രാജ്യങ്ങളിലും സബ്സിഡറീസ് വരുന്ന സമയത്ത് ഒരു ഗ്ലോബൽ വർക്ക് ഫോഴ്സ് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡിസൈൻ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് റിമോട്ട്ലി ചെയ്യാൻ രീതിയിട്ട്, അതായത് ഗ്ലോബലി യൂസ് ചെയ്യാനുള്ള രീതിക്ക് ഡിസൈനും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കാര്യങ്ങൾ റിമോട്ട്ലി ആക്കിയെടുക്കുക. അത് നമുക്ക് ഇൻഫർമേഷൻ നെറ്റ്വർക്ക്സ് ഉള്ളതുകൊണ്ട് വളരെ ഉപകാരമാവും. കോമ്പറ്റീഷൻ ആൻഡ് സ്ട്രാറ്റജി. ഈ ഇന്റർനാഷണലൈസേഷൻ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്, സെല്ലിംഗ്, സർവീസസ് അങ്ങനെ എല്ലാ കാര്യത്തിലുള്ള കോമ്പറ്റീഷനെ ഇൻക്രീസ് ചെയ്തു. കമ്പനീസ് പുതിയ ടെക്നോളജീസില് സ്ട്രാറ്റജീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അവരുടെ പ്രൊഡക്ടിവിറ്റിയും മാർക്കറ്റ് എക്സ്പാൻഷനും ഒക്കെ വേണ്ടിയിട്ട്. ദെൻ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആ ഒരു ഗ്ലോബൽ കോമ്പറ്റീഷനില് പ്രോപ്പർ ആയിട്ട് റിസോഴ്സ് അലോക്കേഷൻ, അതുപോലെ ഓവറോൾ ഗ്രൂപ്പ് പെർഫോമൻസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യത്തില് സിഗ്നിഫിക്കന്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒന്നാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എങ്ങനെയാണ് ഈ ഒരു ഗ്രാജുവൽ പ്രോസസ്സ് മൾട്ടിനാഷണൽ എന്ന ഒരു സ്റ്റേജിലേക്കുള്ള ഒരു ഗ്രാജുവൽ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന്? ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഫാക്ടർ അഡ്വാൻറ്റേജസ് കാര്യങ്ങൾ, ഇന്റർനാഷണൽ ഫാക്ടർ അഡ്വാൻറ്റേജസ് മാക്സിമം ലിവറേജ് ചെയ്തുകൊണ്ട് കോമ്പറ്റേറ്റീവ് ത്രെറ്റ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതേപോലെ കമ്പനീസ് ആ ഒരു ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യുന്നതിലൂടെ അവരുടെ കമ്മിറ്റ്മെന്റ് കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ദെൻ സീക്വൻസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ. അത് ഫസ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? എക്സ്പോർട്ടിങ്. നമ്മുടെ പ്രൊഡക്ട്സ് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. രണ്ടാമത്തത് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഇന്റർനാഷണൽ ഓപ്പറേഷൻസിനെ വേണ്ടി പ്രോപ്പർ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തെടുക്കുക. ദെൻ മാർക്കറ്റിംഗ് സബ്സിഡറി. അതായത് ഫോറിൻ മാർക്കറ്റ്സിലെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്സിഡറി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ഫോറിൻ കൺട്രീസിലെ അവിടുത്തെ ആൾക്കാർക്ക് പ്രോഡക്ട്സ് കാര്യങ്ങൾ ലൈസൻസ് ചെയ്യാനും സർവീസസ് അബ്രോഡിലേക്ക് ഇതാക്കാനും വേണ്ടിയിട്ട് എഗ്രിമെന്റ്സിൽ എൻട്രി ചെയ്യാം. ദെൻ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജില് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് അബ്രോഡില് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്തൊക്കെയാണ് എക്സ്പോർട്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ്? എക്സ്പോർട്ടിങ്ങിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്താ? അത് വളരെ ലെസ് ക്യാപിറ്റല് ലോവർ റിസ്കിൽ നടക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇമീഡിയറ്റ് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഓരോ ഫേംസിനും മാർക്കറ്റ് കണ്ടീഷൻസ് എങ്ങനെയാണ്, ഡിമാൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്,
ഫൈനാൻഷ്യൽ സിസ്റ്റം എന്തൊക്കെയാണ്, കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, പേയ്മെന്റ് ടെക്നിക്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ എന്ത് കൊടുക്കും, ഈ എക്സ്പോർട്ടിങ്ങിലൂടെ കിട്ടും. എക്സ്പാൻഷൻ ആൻഡ് മാനുഫാക്ചറിങ് അബ്രോഡ്, അതായത് മാർക്കറ്റിംഗ് എക്സ്പാൻഷൻ. കമ്പനീസ് അവരുടെ മാർക്കറ്റിംഗ് എഫേർട്സ് കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് ഫോറിൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. സർവീസ് ഫെസിലിറ്റീസ് ആൻഡ് വെയർ ഹൗസസ്, പുറത്ത് അതേപോലെ സർവീസ് ഫെസിലിറ്റീസ് അതുപോലെ വെയർ ഹൗസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഫുൾ സെയിൽസ് പൊട്ടൻഷ്യൽ, അതായത് അവരുടെ ഒരു പ്രോഡക്റ്റിന്റെ അബ്രോഡിൽ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റിന്റെ ഫുൾ സെയിൽസ് പൊട്ടൻഷ്യൽ എന്താന്ന് പ്രോപ്പർ ആയിട്ട് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് കസ്റ്റമർ നീഡ്സ്, പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റ് ഡിമാൻഡിൽ അപ്ഡേറ്റ് ചെയ്തോണ്ട് നിൽക്കുന്നത് വഴി കസ്റ്റമർ നീഡ്സ് പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആഫ്റ്റർ സെയിൽ സർവീസ്, പ്രോപ്പർ ആയി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ട്രാക്കിംഗ് കോമ്പറ്റീഷൻ, അതായത് നമ്മുടെ കോമ്പറ്റീഷൻ ആരാണ് അതെല്ലാം പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്ത് അവരെ ഔട്ട്ഫിറ്റ് ചെയ്യാൻ തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും. ഇനി ടൈപ്സ് ഓഫ് ഫോറിൻ പ്രൊഡക്ഷൻ, ഈ ഫോറിൻ പ്രൊഡക്ഷന്റെ അകത്ത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, പാക്കേജിംഗ്, ഫിനിഷിംഗ്, അസംബ്ലിംഗ്, ഫുൾ മാനുഫാക്ചറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോറിൻ പ്രൊഡക്ഷന്റെ പല ടൈപ്സിൽ വരുന്നതാണ്. ഡിസിഷൻ ഓൺ പ്രൊഡക്ഷൻ ഫെസിലിറ്റി, ഓൺ അഫിലിയേറ്റ് വേണോ പാർട്ട്ണർഷിപ്പ് വേണോ എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതിനെയാണ് ഡിസിഷൻ ഓൺ പ്രൊഡക്ഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഏതൊരു ഇതിന്റെയും മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫൈനാൻസിങ് ഡിസിഷൻസ് വഴി ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഒരു ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ കൊണ്ടുവരാം, അതായത് ഒരു ലിമിറ്റഡ് ഏരിയയിൽ മാത്രം ഇതാക്കുന്ന സമയത്ത് ആ ഗ്രോത്ത് പൊട്ടൻഷ്യലിനെ റെസ്ട്രിക്ട് ചെയ്യും. നേരെ മറിച്ച് പല പുതിയ മാർക്കറ്റ്സിലായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത് വഴി കുറച്ചുകൂടി റവന്യൂ ഇൻക്രീസ് ചെയ്യാനും കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കും. കോർ ഫങ്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മെയിൻ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫൈനാൻസിങ് ഡിസിഷൻ അഥവാ റേസിംഗ് ഫണ്ട്സ്, അതിന്റെ മെയിൻ സോഴ്സ് എന്തായാലും എക്സ്റ്റേണൽ ആവാം ഇന്റേണൽ ആവാം. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? വളരെ കുറഞ്ഞ റിസ്കിൽ വളരെ കുറഞ്ഞ കോസ്റ്റിൽ ഫണ്ട്സിനെ റേസ് ചെയ്യുക എന്നുള്ളത്. അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ഇക്വിറ്റി അഥവാ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിനെ നമുക്ക് യൂസ് ചെയ്യാം. ഡിപ്ലോയ്മെന്റ് ഓഫ് ഫണ്ട്സ് അഥവാ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, അതായത് ഇതൊരു അൺസർട്ടനിറ്റി ഉള്ള കാര്യം കൊണ്ട് തന്നെ റിസ്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിലെന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് ഫണ്ട്സ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ കാര്യമായിട്ട് വരുന്നത്. ഇനി അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ഡിവിഡൻഡ് പോളിസി, അതായത് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ വേണ്ടത് എന്ന് പ്രോപ്പർ ആയിട്ട് ഡിസൈഡ് ചെയ്യുക. വർക്കിംഗ് ക്യാപിറ്റൽ പോളിസി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം അസറ്റ്സ് ലയബിലിറ്റീസ് കാര്യങ്ങൾ മാനേജ് ചെയ്യുക. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് പറഞ്ഞാൽ മിക്സ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി ഫൈനാൻസിങ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യാം. എന്തൊക്കെയാണ് MNCസിന്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് തിങ്, ലോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. MNCs പല ഗ്ലോബൽ മാർക്കറ്റ്സിനെ ആക്സസ് ചെയ്യാം. വളരെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞുകൊണ്ട് MNCസിന് ഗ്ലോബൽ മാർക്കറ്റ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ടാക്സ് ഒപ്റ്റിമൈസേഷൻ, പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. റിസോഴ്സ് മൊബിലിറ്റി, അതായത് ആൾക്കാരെ മണി മെറ്റീരിയൽസ് ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് തന്നെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് മാർക്കറ്റ്സ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിനെയൊക്കെ ഇന്റർനാഷണലി ഡൈവേഴ്സ് ചെയ്ത് വിട്ടുന്നതുകൊണ്ട് തന്നെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആക്സസ് ടു ഇൻഫർമേഷൻ, അതായത് പലതരത്തിലുള്ള പുതിയ ടെക്നോളജീസ് R&D ആക്ടിവിറ്റീസ് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കണ്ടിന്യൂസ് ആക്സസ് നമുക്ക് കിട്ടും. ക്യാപിറ്റൽ മാർക്കറ്റ് ആക്സസ്, അതായത് ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റുകൾ എങ്ങനെയാണ്, അവിടുത്തെ ഫണ്ടിങ് റിസോഴ്സ്, പലതരത്തിലുള്ള ഫണ്ടിങ് റിസോഴ്സ് എന്തൊക്കെയാണ്, ഇതിനെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ചാലഞ്ചസ് ഫോർ ഇന്റർനാഷണൽ ഫൈനാൻസ് മാനേജേഴ്സ്, അതിലെ ഫസ്റ്റ് തിങ് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ചേഞ്ചസ് ആൻഡ് കോർപ്പറേറ്റ് റെസ്പോൺസ്, അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവുന്ന സമയത്ത് ആ ഇതിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെ ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ന്യൂ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, സ്വാപ്സ് പോലെയുള്ള പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഡെവലപ്പ് ചെയ്തിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. മൂന്നാമത്തത് റിസ്ക് മിനിമൈസേഷൻ, അതായത്
ഈ റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസസ്, അതായത് നമ്മുടെ സക്സസ് ഫെയിലിയർ പ്രോപ്പറായി ബാലൻസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കാൻ നമ്മുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അതുവഴി നമ്മുടെ ഈ അഡ്വേഴ്സ് ഇമ്പാക്ട്സിലെ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം, ശ്രമിക്കാം. ഏരിയാസ് ഓഫ് സ്റ്റഡി ഇൻ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, അതിലെ ഫസ്റ്റ് തിങ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് കറൻസി മാർക്കറ്റ്. അവിടെ എന്തായിരിക്കും നമ്മൾ പഠിക്കുക? മാർക്കറ്റ്സ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് കറൻസി മാർക്കറ്റിൽ നമ്മൾ പഠിക്കുക. നെക്സ്റ്റ് തിങ് എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ്, അതായത് ഈ ഫ്യൂച്ചർ റേറ്റ്സ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും പ്രഡിക്ഷൻ വരിക എന്നുള്ളത് പറയുന്നതാണ് എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രി റിസ്ക് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ റിസ്ക് ആയിക്കോട്ടെ, അതിനെയൊക്കെ പ്രോപ്പറായി മാനേജ് ചെയ്തുകൊണ്ട്, അതായത് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെയും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്സ്, പലതരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതായത് ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ നമ്മൾ മെയിൻ ഈ ചാപ്റ്ററിൽ പഠിച്ചത് എന്താണ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ചാലഞ്ചസ് വരുന്നത്, ട്രെൻഡ്സ് എന്തൊക്കെയാണ് വരുന്നത്, കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കി. ഇതിൽ മെയിൻ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്, അത് എങ്ങനെ നമുക്ക് വിശദീകരിക്കാം. രണ്ട്, ഈ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. ഇനി എസ്എ ക്വസ്റ്റ്യൻസിൽ വരാൻ സാധ്യതയുള്ളത്, ഒന്ന്, ഡിസ്കസ് ദി ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് അഥവാ പ്രാക്ടീസസ്. എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻ ദി ഗ്ലോബൽ എക്കണോമി. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലെ എസ്എ ക്വസ്റ്റ്യൻസിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു യൂണിറ്റിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു. ഇതിലെ കേസ് സ്റ്റഡീസിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. ഈ കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് മെയിൻ ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എങ്ങനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്കിനെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിനാരിയോ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേസ് സ്റ്റഡീസ് തന്നുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. അതും കൂടി ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.